ഈ വിശ്വാസത്തിലേക്കും ഈ കാഴ്ചപ്പാടിലേക്കും ഒക്കെ എത്താൻ വായന എത്ര സഹായിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും വായിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. വായനയാണ് എൻ്റെ ശക്തി. ഞാൻ പിന്നെ വായിച്ചതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കാറൊന്നുമില്ല. വായന എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ്. കുട്ടിക്കാലത്ത് എന്നെ 2ാം ക്ലാസ്സിൽ സ്കൂളിൽ അച്ഛൻ വിട്ടതാണ്, ലൈബ്രറി വിട്ടതാണ്. അന്ന് ഈ ചെറിയ ചെറിയ ബാലം പ്രസിദ്ധീകരണങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് വായിച്ചു. പിന്നെ ഡിക്റ്റേറ്റീവിനെ വായിച്ച് നമ്മൾ പേടിക്കുമായിരുന്നു. ഡ്രാക്കുളയൊക്കെ വായിച്ചു. പിന്നെ ഫിക്ഷനിലേക്ക് വന്നു. മനസ്സിൽ നിൽക്കുന്ന ഒരു പുസ്തകം ചോദിച്ചാൽ ഏതായിരിക്കും? ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവല് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായിക, ടി.ഡി. രാമകൃഷ്ണൻ്റെ പുസ്തകം. വളരെ എന്നെ ടച്ച് ചെയ്തൊരു പുസ്തകമാണ്. ഇട്ടിക്കോര, ഫ്രാൻസിസ് ഇട്ടിക്കോര. ഇപ്പം പുതിയ പുസ്തകമുണ്ട്. ഇട്ടിക്കോരയുടെ വേറൊരു പുസ്തകം അദ്ദേഹം തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്നെ സ്വാധീനിച്ച പുസ്തകമാണ്. പിന്നെ നമ്മുടെ ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ അംബികാസുധൻ മങ്ങാടിൻ്റെ ഒരു ഏറ്റവും പുതിയ ഹല്ലോ ഹലൻ, അത് മനോഹരമായ പുസ്തകമാണ്. ഹല്ലോ ഹലൻ ഒരു 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു നാടുവാഴിയുടെ പേരാണ്. ആ നാടുവാഴി ആ കാലഘട്ടത്തിൽ മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ള ചരിത്ര സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന മനോഹരമായൊരു പുസ്തകമാണ്. അങ്ങനെ ഒത്തിരി എഴുത്തുകാർ, ഞാൻ ഇത് വായിച്ചിട്ട് ഞാൻ അവരെ വിളിക്കും, എൻ്റെ അഭിപ്രായമൊക്കെ പറയും ഇവരോടൊക്കെ.